നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതിയല്ലാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. തിരുനാമത്തിൽ വന്നവനും വരുവായിരിക്കുന്ന വാഴ്ത്തപ്പെടുന്നു ഉയരങ്ങളിൽ സ്തുതി. ആശായാൽ കഷ്ടതയേറ്റ സഭ മോദിക്കുമുത്ഥാനെ തൽപ്രജകൾ നിന്നിൽ നിന്നെ ആശായാൽ കഷ്ടതയേറ്റ സഭ മോദിക്കുമുത്ഥാനെ തൽപ്രജകൾ നിന്നിൽ നിന്നെ ആശായാൽ കഷ്ടതയേറ്റ സഭ മോദിക്കുമുത്ഥാനെ തൽപ്രജകൾ നിന്നിൽ നിന്നെ നാഥാദേ സ്തുതിയും മാനം താതേനും മഹിമാ വന്ദനകൾ ശുദ്ധാത്മാവിനും ഉണ്ടാ ഉൾകൃപ പാപികളാം ഞങ്ങളിലും മേലുള്ളൂരിശിലെ വാതിൽ ഉള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാതനമശിഹാസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാറയ്ക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ തരണമേ. ഞങ്ങളുടെ കാരുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷപ്പെടണമേ. എന്താണ് രാജ്യശക്തിയും മാതോ എന്നേക്കുള്ളാന്നു. ആമേൻ. ഞങ്ങളുടെ മേൽ കരുണയും മനോഹരമാകണമേ. ആമേൻ. ദുഷ്ടന്മാർ കൊല്ലുവാനായിട്ട് തന്നെ കൊണ്ടുപോവുകയും തൻ്റെ താഴ്മയാൽ മൗനം പൂണ്ടും തൻ്റെ ബലിയാൽ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുകയും ചെയ്ത കുറ്റമില്ലാത്ത വെടിപ്പുള്ള കുഞ്ഞാടുമായുള്ളവയും നിന്റെ ജീവനുണ്ടാക്കുന്ന കഷ്ടാനുഭവത്തെയും മരണത്തിൻ്റെയും സാദൃശ്യം ധരിപ്പാനും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ നിന്റെ പുനരുത്ഥാന ദിവസത്തിൽ സ്വോത്ര ശബ്ദങ്ങളാൽ നിനക്ക് ബലി കഴിച്ച് സന്തോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. കരുണയുടെ ബൗദ്ധപ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ നേതനായി കഴുകി എൻ്റെ പാപം തന്നെ വിടുവാക്കണമേ. എന്നാൽ അതിക്രമം ഞാൻ അറിയുന്നു, എൻ്റെ പാപങ്ങളെപ്പോഴും നേരെയും ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. അതിൻ്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായി തന്നെ. എന്തെന്നാൽ നേരുകേടിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിപ്പിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ.
നിന്റെ വിശുദ്ധമാകട്ടെ വരുതേ. ആനന്ദോ രക്ഷകനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്കലേക്ക് മനം തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിനെ രക്ഷപ്പെടണമേ. എന്റെ നാവിനെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ ഉദരങ്ങളെ ഉറക്കണമേ. എന്റെ വായിന്റെ സ്തുതിയിൽ പാടും. എന്തെന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിൻ്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. യാതനയാൽ പാപവികാരത്തെ സർവം മായിച്ചൊഴിവാക്കിയ ദേവ, ദയ ചെയ്തിടണമേ. ഞങ്ങൾ തൻ രക്ഷയ്ക്കായി വന്ന് തേറ്റിൽ നിന്നും രക്ഷിച്ചൊരു ദേവ, ദയ ചെയ്തിടണമേ. വഞ്ചകനാം ദുഷ്ടനെ വീഴ്ത്തിയഹോ, ഞങ്ങൾ ഉന്നതി തന്നോനെ ദേവ, ദയ ചെയ്തിടണമേ. ഉണർവോടു പ്രാർത്ഥിക്കുവിനെന്നേവും തൻ ശിഷ്യന്മാരോടരുളിയ ദേവ, ദയ ചെയ്തിടണമേ. യാതനയാൽ സഭയെ രക്ഷിച്ച ശീഹ നാദസ്തോത്രം ദേ ദേവ, ദയ ചെയ്തിടണമേ. ഭാഗ്യമോ ശുഭഹോല ബോലെ ബറുവൽ റൂഹോ കാരീശോ ഓലം ബാദാമുൽ ഓലം ഉൽമീനാമീൻ. സ്തുതി നദികൾ സത്യപിതാവിനും സുതനും വിമലാത്മാവിനും ദേവ, ദയ ചെയ്തിടണമേ. ഭാഗ്യമോ കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരം വിളിച്ചത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തിരുവുമ്പാദവും പോലെയും എന്റെ കാഴ്ച വൈകുന്നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്ടാചാരിക്കുകയും ഞാൻ അന്യായകൃപ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായിക്കാനെയും എന്റെ അറിവ് സൂക്ഷിപ്പാൻ നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോട് ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എന്നെ തലയെ കുഴിപ്പിക്കരുതേ. എന്തെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ ദോഷനിമിത്തമാകുന്നു. അവർ ന്യായാധിപന്മാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എൻ്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ കുഴപ്പമില്ലാതിരിക്കുന്ന പോലെ പാതാളവാതിക്കപ്പെട്ടു. കർത്താവേ, എന്റെ അണുനിലേക്ക് ഞാൻ ഉയർത്തി നിന്നെ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കണികൾ മറിച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ തന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീടുമാറാകണമേ. എന്റെ ശബ്ദ കർത്താവിനെ ഞാൻ വിളിച്ചു, എന്റെ ശബ്ദ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. തിരുസനന്റെ സങ്കടം ഞാൻ ഉയർത്തി തിരുവമ്പിനെ ഞെരുക്കാറിയുകയും ചെയ്തു. എന്റെ ആത്മാവ് ഉണർത്തപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഉടവഴികൾ നീ അറിയുന്നു. എന്റെ നടപ്പുള്ള വഴിയിൽ അവർ എനിക്കായി കണികൾ മറിച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സംഗീതസ്ഥലം എനിക്കില്ലാതെയായി, എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എൻ്റെ ആശ്രയവും ജീവനുള്ള ദേശത്ത് എൻ്റെ ഓഹരിയുമാവതെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്തെന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പേടിപ്പിക്കുന്നവനെ വിടുവിക്കണമേ.
എന്തെന്നാൽ എന്നേക്കാൾ ബലമുള്ളവരായി തീർന്നു. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രതം പ്രവടിക്കണമേ. നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ കൂടികൾക്ക് പ്രകാശമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കാനായി ഞാനാണേറ്റ് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം ജീവിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങളെ നിഷ്ഠപ്പെട്ട് നിന്റെ പ്രമാണങ്ങളെ പഠിപ്പിക്കണമേ. എൻ്റെ ആത്മാവെല്ലായ്പ്പോൾ നിന്റെ കളിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാനിക്കായി കണ്ണുകൾ വെച്ചു, എന്നാൽ ഞാൻ നിന്റെ കൽപ്പനകൾ തെറ്റിപ്പോയില്ല. ഞാൻ എൻ്റെ സാക്ഷി എന്നേക്കുമായി അവകാശപ്പെടുത്തി. എന്തെന്നാൽ അത് എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നേക്കും സത്യത്തോടെ ചെയ്യുവാനായിട്ട് ഞാൻ എൻ്റെ ഹൃദയം തിരിച്ചു. സർവജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകലജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവൻ്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതുകൊന്നേക്കും തന്നെ ആമേൻ. വിശ്വസ്ത സഭേ, അബദ്ധത്തിന്നു നിന്നെ രക്ഷിച്ച നിന്നുടയോനാം മശിഹായേ, നീ സ്തോത്രം ചെയ്തിടുക. ജാതികൾ മകളെ സ്കീപാമൂലം നിന്നെ വധുവാക്കി ജീവൻ തന്നോരാദ്യജനെ നീ സ്തോത്രം ചെയ്തിടുക. ഉടയവനേശു നിൻ മരണത്താൽ ഞങ്ങൾ രക്ഷിതരായി നിന്നെ നയിച്ചോരു താതൻ തന്നിൻ നിൻ വീണയം ദത്യം അതിവീര്യതാ സൃഷ്ടിയെല്ലാം താങ്ങിടും നിന്നെ സ്കീപാതാങ്ങി നരരക്ഷയ്ക്കായി സ്തുത്യം നിൻ വീര്യം. ജാതികൾ മകളെ തൻ വിതയാലും സ്കീപാമൃതിയാലും സ്വാതന്ത്ര്യം നൽകിയ മശിഹായേ, സ്തോത്രം നീ ചെയ്യുക. ബാറയ്ക്കുമോ ശുഭഹോല ബോലെ ബറുവൽ റൂഹു കാദിശോ മെൻഹോലം വാദാമുൽ ഹോലം മീനാമീൻ. പരമോന്നതനായ സാരാംശത്തിൽ ഒന്നാം തൃത്വത്തെ സ്തോത്രം ചെയ്യാം, കീർത്തിച്ചിടാം, ആരാധിച്ചിടാം. സൗമൻ ഗാലോസ് കുറിയേലായിസോൻ. ബാറയ്ക്കുമോർ നുസാലെ കൂലാനു റഹമേ ബഹനോനോ മെൻ മുറിയോ നെബേ മുറിയോ റഹ്മോനു റാഹിമേലായിനു ആദാറിൻ തെശുബോത്തോ തൗദി സോദറോ കൂലോ സോറുമുറോമോ തോബോ ദിലോ ബോത്തേൽ ആമീനോ ഈസ്കൂല സുബാൻ ബബുക്കുദേദോ നെസ്വേദനാസിക്. ദൈവിക പ്രകാരം സകല കഷ്ടതകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ഭരണപ്രകാരം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കൃപയാൽ ജഡത്തിൽ കഷ്ടമനുഭവിച്ചവനും മനുഷ്യസ്നേഹത്താൽ ഞങ്ങൾക്ക് വേണ്ടി ശിക്ഷയേറ്റവനായ കുടുംബങ്ങളെയും ഗോത്രങ്ങളെയും നീതിയാൽ ന്യായം വിധിക്കുന്നവനും ഞങ്ങൾക്ക് വേണ്ടി ഗോകുൽത്തായുടെ മുകളിൽ വെച്ച് സ്വയം ബലിയർപ്പിച്ചവനും തൻ്റെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വിശുദ്ധിയാൽ സകല ബലികളും തനിക്ക് അർപ്പിക്കപ്പെടുന്നവനുമായ
കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് താഴ്മയോട് പ്രാർത്ഥിക്കുകയും കരുണയോട് യാചിക്കുകയും ചെയ്യുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ നല്ല ഓർമ്മയ്ക്കും വേണ്ടി നിന്റെ ദാസരായിരിക്കുന്ന പാപികളായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ സുഗന്ധധൂപത്തെ കൈക്കൊള്ളണമേ. തനിക്ക് വലിയ ചൊവ്വാഴ്ച സന്ധ്യാ നമസ്കാരം ഞങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും ഈ സുഗന്ധധൂപത്തോടൊപ്പം യുക്തമാകുന്നു. കുലഹുന്യവുമോ സ്വതഹായ രക്ഷാകരമായ കുരിശിലെ കഷ്ടാനുഭവത്തോളം തൻ്റെ കരുണ തന്നെ ഇറക്കിക്കൊണ്ടുവന്നവനായി അനുഗ്രഹങ്ങളുടെ സമുദ്രവും അളവറ്റ ആഴവും കഷ്ടതയാലും താഴ്മയാലും ഞങ്ങൾക്ക് പൂർണ്ണ രക്ഷ നൽകുകയും അനശ്വരമായ ജീവൻ ഞങ്ങൾക്ക് ഒരുക്കി തരികയും ചെയ്തവനുമായ മശിഹാ തമ്പുരാൻ്റെ ജീവപ്രദമായ കഷ്ടാനുഭവത്തെ ഞങ്ങൾ ഓർക്കുകയും രക്ഷാകരമായ തൻ്റെ താഴ്മയെ ഞങ്ങൾ പ്രശംസിക്കുകയും സർവ്വവിശുദ്ധ രഹസ്യങ്ങളും നിറഞ്ഞിരിക്കുന്ന തൻ്റെ കുരിശിനെ ഞങ്ങൾ വന്ദിക്കുകയും വിശുദ്ധ റൂഹായുടെ ഗീതങ്ങളാൽ ആനന്ദത്തോടെ അട്ടഹസിച്ച് പറയുകയും ചെയ്യുന്നു. കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളുടെ കഷ്ടതകളെ മായിച്ച രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. അതിനാൽ പറുദീസായിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നതായ രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. സ്കറിയോത്തായുടെ വഞ്ചനയെ വെളിപ്പെടുത്തിയ രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. കുറ്റക്കാരനെ പോലെ ന്യായാധിപതിമാരുടെ ന്യായാധിപതി ശിക്ഷയേൽക്കേണ്ടി വന്ന രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. മഹത്വമുള്ള ഉയർപ്പിലേക്ക് ഞങ്ങളെ വഴി നടത്തിയ രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. പരിശുദ്ധ പെസഹായിലെ ഭക്ഷണത്തിന് വിശുദ്ധ സ്ലീഹന്മാരെ ക്ഷണിച്ച രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. ദാസനിൽ നിന്ന് ചെകിട്ടത്തടിയേറ്റ നീതിമാനും നാഥനുമായവൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. ആകാശവീതിയിൽ പ്രകാശങ്ങൾ തൻ്റെ നിമിത്തം ഇരുണ്ടുപോയ രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. മനുഷ്യവർഗത്തിന് ദൈവകൃപ അതിനാൽ ലഭിച്ചതായ രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. കുരിശിൽ തറച്ചവർ രക്ഷകന് കയ്പുനീരും ജീവിച്ചിരിക്കുന്നവന് കാടിയും കൊടുത്ത രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. ലോകത്തിലെ സകല ഭൂതങ്ങളും ഭ്രമിച്ച രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. വിശ്വാസികൾക്ക് സത്യജീവൻ്റെ തുറമുഖം അതിനാൽ ലഭിച്ച രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമെന്ന രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. സൃഷ്ടാവിനെ കുരിശിന്മേൽ കണ്ടതിനാൽ നിശബ്ദമായ പ്രകൃതികൾ ഇളകിപ്പോയ രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. ഉത്തമനായ ഇടയൻ്റെ നേരെ ചെന്നായ്ക്കൾ പാഞ്ഞെത്തിയ രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. സൃഷ്ടികളുടെ നാഥൻ കുരിശുമരത്തിന്മേൽ തൂങ്ങിയ രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. നാഥനോടും ദൈവത്തോടും ദാസന്മാർ നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. പ്രാർത്ഥനകളെ കേൾക്കുന്നവൻ തൻ്റെ പിതാവിന് പ്രാർത്ഥന സമർപ്പിച്ച രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. ദൃശ്യങ്ങളും ഗുപ്തങ്ങളുമായ രഹസ്യങ്ങൾ വെളിപ്പെട്ട രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. പാറകൾ പൊളിയുകയും കബറുകൾ തുറക്കപ്പെടുകയും ചെയ്ത രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. അദൃശ്യനും ഉന്നതനുമായ പിതാവിൻ്റെ മഹത്വം കുരിശിൽ വിളങ്ങിയ രക്ഷാകരമായ കഷ്ടാനുഭവം ഇതാകുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങൾ ഇന്നേ ദിവസം തൻ്റെ വലിയ കഷ്ടാനുഭവത്തിൻ്റെ ഓർമ്മയെ കഴിച്ച ഈ സുഗന്ധധൂപം മൂലം തൻ്റെ കരുണയോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും കഷ്ടാനുഭവത്തിനും മരണത്തിനും തന്നെ പ്രേരിപ്പിച്ച ദിവ്യകാരുണ്യത്തോടെ യാചിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങളും അധർമ്മങ്ങളും ക്ഷമിച്ച് നീതീകരിക്കപ്പെടുകയും തൻ്റെ ജീവിപ്പിക്കുന്ന കബറടക്കം മൂലം ഞങ്ങളുടെ കാഴ്ചകളെ മേൽപോട്ട് കരയേറ്റുകയും തനിക്ക് ഇടപെടാതെയുള്ള സ്തുതിയും അടങ്ങാത്ത സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ഞങ്ങളെയും
വിശ്വാസികളായി വാങ്ങിപ്പോരെയും യോഗ്യരാക്കണമേ. ഹോശോ ബബ്കൂല സുബാൻ ലെവൽ മീൻ മെനാലോ ഹോന കാബൽ ഹോസോ യോദ് ഹൗബേ വൽ സുബുഖോനോ ദൗതോഹെ ബത്രായി ഹുൻ ഒൽമെൻ ഓലം ഒൽമീ. ആമീൻ. ബാറയ്ക്കുമോർ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ പുത്രന്റെ അയച്ച പിതാവിന് സ്തുതി. സ്നേഹമൂലം താൻ ഇറങ്ങി വന്ന് മനുഷ്യനായി തീരുകയും തിരുവിഷ്ടത്താൽ കഷ്ടതയും മരണവും സ്കീപ്പായും സഹിക്കുകയും നാശത്തിൽ ജീർണിച്ച ആദാമിനെ രക്ഷിക്കുകയും ചെയ്തു. ബാറയ്ക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതുവന്നേക്കും തന്നെ. ആമീൻ. ഏകജാതനായ ദൈവമേ, നിന്റെ താഴ്മയ്ക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ സ്വയം ഏൽപ്പിക്കുകയും യൂദന്മാരുടെ ശപിക്കപ്പെട്ട ജനം മരണമില്ലാത്ത ജീവനുള്ളവനായ നിന്നെ കൊല്ലേണ്ടതിനായി സ്കീപ്പായിക്ക് വിധിക്കുകയും ചെയ്തു. ബാറയ്ക്കുമോർ. എൻ്റെ കർത്താവേ, നിന്റെ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ സഭയുടെ ധൂപത്തെ നീ കൈക്കൊള്ളണമേ. നിന്റെ രക്തം കൊടുത്തു വാങ്ങി നിന്റെ ഇടവകയുടെ ധൂപത്തിൽ നീ നിരപ്പാകണമേ. നിന്റെ മരണത്തിൽ പ്രശംസിക്കുന്ന ആടുകളുടെ അപേക്ഷയെ നീ ശ്രദ്ധിക്കണമേ. നിന്റെ മുറിവുകളെ ചുംബിക്കുന്ന നിന്റെ മണവാട്ടിയുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. നിന്നിൽ നിന്ന് അകറ്റുന്ന എല്ലാ വികാരങ്ങളിൽ നിന്നും നിന്റെ അവകാശത്തെ സൂക്ഷിച്ചുകൊള്ളണമേ. അവൾ നിന്റെ കഷ്ടതയിൽ കഷ്ടത അനുഭവിക്കുവാനും നിന്റെ മഹത്വത്തിൽ മഹിമപ്പെടുവാനും നിന്റെ ഉയർപ്പിൽ സന്തോഷിക്കുവാനും നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റുകയും ചെയ്യുവാനും സംഗതിയാകണമേ. മോറൻ വാലോഹാൻ ലൗന്മീ. വാഗ്ദത്തത്തിൻ നാട്ടിന്നും രണ്ടാൾ തണ്ടിന്മേൽ മുന്തിരേൻ കൊലയെത്തിച്ചു യോശുവ സന്നിധിയിൽ മുമ്പിൽ വന്നോൻ ആകുല കണ്ടില്ല പിമ്പൻ കണ്ടാൻ കണ്ടോരാം യോദർ കൈകൾ പറിച്ചെങ്കിലും അവരോ വീഞ്ഞു കൂടിച്ചെല്ലാം പാനം ചെയ്തൊരു ജാതികളോ രക്ഷ ദായകനെ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു ശുഭഹോല ബോല ബ്രോൽ റോഹോ കാദീശോ മനോലം വാദമൽ ഓലം വൽമീന മിനഹാലേ മാനവവത്സലനെ ജഗതി രക്ഷകനെ സ്തോത്രം. താതെന്താത്മീയ ഗാത്രം കൈകൊണ്ട് മൃദയാർന്നോനാ മാതാമീൻ്റെ ഏറ്റാം തനുവിൽ കഷ്ടപ്പാടേറ്റു അകൽ കറുസാതന്ദാസ്യം നീങ്ങി സ്വാതന്ത്ര്യം നേടി ശാശ്വത രാജ്യത്തിൽ ജീവനവൻ നേടാൻ ഹല്ലേലൂയ. സ്തുത്യം തദ്ദനിയം ഞങ്ങൾക്കായി നീയേറ്റൊരു പീഡ താഴ്ചകളേറ്റം ധന്യം നാഥ. തേജസുദയം ചെയ്തെന്നാലും
മിഴികൾ പൂട്ടി ഇരുളിൻ മകൾ കണ്ണുകൾ ചിമ്മി ഇരുളാകുകയാ ന്യായ തീർപ്പി നാരേൽപ്പി ചെന്നോർത്തില്ല വളരും രോഗങ്ങൾക്ക് സൗഖ്യം തന്നോനാണി വൈദ്യൻ എന്നാൽ സൗഖ്യം പൂണ്ടോരെല്ലാം അവനെ ചുറ്റി വസ്ത്രം കീറി ആക്ഷേപിച്ചു വെറുതെ കൊന്നു. ആദ്യ മാതത്തെയും ലോകത്തെയും സൃഷ്ടിച്ചോന്തൻ തൃകൈരണ്ടിന്മേലുമടിക്കാൻ രക്തകൊതിയൻ മാറിനാളിൽ ചതിവാലോചി ചാണികൾ തീർത്തു. നിൻവേദി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ മുറിയോറായേന്മേലൈനുവാദാറേ പ്രതി കഷ്ടതകൾ കായ്വന്നോനെ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ ഉണ്ടാകേണം ദേവാ. ദുഷ്ടാത്മാക്കൾ നിന്മേൽ കൂറ്റും ചാർത്തിയെല്ലാം വർണ്ണിച്ചിട കഴിവേകേണം. പുണ്യാത്മാവങ്ങു സഹിച്ചാരാക്ഷേപങ്ങൾ അത്ഭുതചരിതൻ നിന്നമതിലും കോപിച്ചില്ലാതെ നാഥ കൃപ തോന്നേണമൻപാൽ കാരുണ്യത്താൽ സൗഖ്യം മോകന്മാർക്കായേകി ആദുഷ്ടന്മാർ തിരുവദനത്തിൽ തുപ്പൽ വീഴ്ത്തി ഭൂതങ്ങളെ ഓടിച്ചോനെ ഭൂതമതെന്നാർത്തു രോഗാർത്തർക്കാശ്വാസപ്രദനെ ആക്ഷേപിച്ചാർ ദേവാ. നാദാഭൂവാനം നിൻപീഡയതിൽ ക്ലേശിച്ചു നിൻ തോഴ്മയിലതി വിസ്മയമാർന്നു ദേവാ. കൃപ തോന്നേണമൻപാൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ആജനതതിതൻ വചനം വ്യാജം
അവരുടെ മാനസ ചിന്തകളെല്ലാം തിന്മ. ഹല്ലേലൂയ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവെങ്കിലുമല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പരീശന്മാർ പോയി യേശുവിനെ ഭജനത്തിൽ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു. ഹെരോന്യ ഭക്ഷക്കാരോടുകൂടെ സ്വന്തം ശിഷ്യന്മാരെ അവൻ്റെ അടുക്കിലേക്ക് അയച്ചു. അവനോട് ഇപ്രകാരം പറഞ്ഞു: ഗുരു, നീ സത്യവാനായിരിക്കുന്നുവെന്നും ദൈവമാർഗത്തെ സത്യമായി പഠിപ്പിക്കുന്നുവെന്നും മനുഷ്യരോട് പക്ഷഭേദമില്ലാത്തവനാകിയാൽ നീ ഒരുവൻ്റെയും ഇഷ്ടം നോക്കുന്നവനല്ലെന്നും ഞങ്ങൾക്കറിയാം. കൈസറിന് തലവരി കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? തനിക്ക് എന്ത് തോന്നുന്നുവെന്ന് ഞങ്ങളോട് പറയാം. യേശു തമ്പുരാൻ അവരുടെ ദുഷ്ടത അറിഞ്ഞിട്ട്, കപടഭക്തന്മാരെ, നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു? തലവരിക്കുള്ള ഒരു ദീനാറോ എന്നെ കാണിപ്പീൻ. അവർ ഒരു ദീനാറോ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേതെന്ന് ചോദിച്ചതിന് കൈസറിൻ്റേതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈസറിൻ്റേത് കൈസറിനും ദൈവത്തിൻ്റേത് ദൈവത്തിനും കൊടുപ്പീനെന്ന് പറഞ്ഞു. അവർ അത്ഭുതപ്പെട്ടു. യേശുവിനെ വിട്ടുപോയി. അന്ന് തന്നെ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെന്ന് പറയുന്ന സാദൂക്യർ അടുത്തു വന്ന് യേശുവിനോട് ഇപ്രകാരം ചോദിച്ചു: ഗുരു, ഒരുവൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ ഭാര്യയെ സഹോദരൻ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി മക്കളെ നിലനിർത്തണമെന്ന് മോശ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം കഴിച്ച് മരിച്ചു. അവന് മക്കളില്ലാതിരുന്നതിനാൽ ഭാര്യയെ സഹോദരനായിട്ട് ശേഷിപ്പിച്ചു. രണ്ടാമനും മൂന്നാമനും 7-ാമൻ വരെയും അങ്ങനെ തന്നെ സംഭവിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. ആകയാൽ അവർ എല്ലാവരും അവളെ വിവാഹം ചെയ്തിരിക്കൊണ്ട് പുനരുത്ഥാനത്തിൽ അവൾ ഈ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കുമെന്ന് ചോദിച്ചതിന് യേശു തമ്പുരാൻ, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുന്നുവെന്ന് അവരോട് മറുപടി പറഞ്ഞു. എന്തെന്നാൽ മരിച്ചവർ പുനരുത്ഥാനം ചെയ്യുമ്പോൾ അവർ വിവാഹം ചെയ്യാറില്ല. സ്ത്രീകളെ പുരുഷന്മാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കാറുമില്ല. പിന്നെ അവർ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെയാകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതെന്തെന്നാൽ ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവമോ മരിച്ചവരുടേതല്ല, ജീവനുള്ളവരുടേതാകുന്നു. അത് കേട്ടപ്പോൾ ആ പുരുഷാരം ആ ഉപദേശത്തെക്കുറിച്ച് വിസ്മയിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവിന് ആരാധന. മോറാനേശു മെസ്സിഹ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ആശായാൽ കഷ്ടതയേറ്റ സഭ മോദിക്കുമുത്ഥാനേ. ആശായാൽ കഷ്ടതയേറ്റ സഭ മോദിക്കുമുത്ഥാനേ. തൽപ്രജകൾ നിന്നേൽക്കും പുണ്യം രക്ഷകനെ. ആശായാൽ കഷ്ടതയേറ്റ സഭ മോദിക്കുമുത്ഥാനേ. തൽപ്രജകൾ
നിന്നേൽക്കും പുണ്യം രക്ഷകനെ നാദാതി സ്തുതിയും മാനം ദാതനും മഹിമ വന്ദനകൾ ശുദ്ധ മാവിനുമുണ്ടാ ഉൾകൃപ ഭാവികളാം ഞങ്ങളിലും മേലുൾ ഋഷിലേം വാതിൽ കുള്ളിൽ നിൻ സിംഹ സനമണയണമീ പ്രാതനമശിഹാസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാറയ്ക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെന്നെ പ്രവേശിപ്പിക്കരുതേ, രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമീൻ. ഭൃഗുമോഖോദഹലോഫാൻ ഹാശായാൽ കഷ്ടതയേറ്റ സഭ മോദിക്കുമുത്ഥാനി തൽപ്രജകൾ നിന്നിൽ നിന്നേൽക്കും പുണ്യ ആശായാൽ കഷ്ടതയേറ്റ ആശായാൽ കഷ്ടതയേറ്റ മോദിക്കുമുത്ഥാനെ തൽപ്രജകൾ നിന്നിൽ നിന്നേൽക്കും പുണ്യം രക്ഷകനെ ലോകമോറുത്തെ ശുഭത്തോലാബുക് ഈകോറോ വലറോ Hodakudishosegto Roma Roma Vala Inhatoi Nehame Vahenono Nespasahundarayuri Shilindalaye Slavo Sandambim Damshiho Shubho Lokumoran Shubho Lokumoran Shubho Lokusabaran Olam Barakumo സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ. ഞങ്ങളുടെ കാരുടെ ക്ഷമിച്ച പോലെ പാവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനോദങ്ങളെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കും നിനക്കുള്ളാകുന്നു. ആമീൻ. സൗമൻകാലോ
ഭാഗ്യമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാനിടയങ്ങൾ യോഗ്യരായി തീരണമേ. ഫലം കായ്ക്കാത്ത അത്യവൃക്ഷത്തിന് തൻ്റെ നീതിയാ ശ്രവിക്കുകയും തന്നെ സ്തുതിക്കാത്ത സംഘത്തെ ന്യായപരമായി വേരോടെ പറിച്ചു കളയുകയും തനിക്ക് വിവാഹം പറഞ്ഞ് നിശ്ചയിക്കപ്പെട്ട മണവാട്ടിയായ സഭയും തൻ്റെ കൃപ മൂലം സ്ഥാപിക്കുകയും തൻ്റെ സൽഗുണ സമൃദ്ധിയിൽ മഹത്വത്തോടെ തൻ്റെ വലതുഭാഗത്ത് അവൾ നിൽക്കുകയും തൻ്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളിൽ സന്തോഷത്തോടും ലജ്ജ കൂടാതെയും ഏറ്റുപറയുകയും തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ സകല കഷ്ടതകളിൽ നിന്നും തൻ്റെ മുറിവുകൾ മൂലം അവൾ സൗഖ്യപ്പെടുകയും ചെയ്ത സത്യവാനായ കർത്താവിന് സ്തുതിയും. തനിക്ക് കഷ്ടാനുഭവാഴ്ചയിലെ സൂത്താറ പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ശ്രേഷ്ഠതയിൽ മഹത്വമുള്ളവനും ആലോചനകളിൽ അറുതിയില്ലാത്തവനും ശ്രേഷ്ഠതയുടെ ബലത്തിൽ പ്രബലനും കൃപാബഹുലത്തിൽ ഉന്നതനും ജ്ഞാനദിനത്തിൽ മഹോന്നതനും ഉണ്മയുടെ സൗന്ദര്യത്തിൽ വിസ്മയനും തൻ്റെ തേജസ്സിൻ്റെ പ്രഭയാൽ സൃഷ്ടികളെ അലങ്കരിക്കുകയും ഭൂലോകത്തെ മൗത്വത്തിൻ്റെ അങ്കി ധരിപ്പിക്കുകയും ചെയ്ത നിർമ്മിതാവും തൻ്റെ നിത്യജ്ഞാനത്താൽ സകലത്തെയും സൃഷ്ടിക്കുകയും തൻ്റെ ആദ്യന്തമില്ലാത്ത ജ്ഞാനത്താൽ ആകാശത്തെ വിരിക്കുകയും ചെയ്ത സൃഷ്ടാവും നീയാകുന്നു. അബ്രഹാമിൻ്റെ പുത്രിയും വ്യഭിചാരിണിയുമായി വിവാഹം പറഞ്ഞ് നിശ്ചയിക്കപ്പെട്ട മണവാട്ടിയെയും ആയുധം നിരസിക്കപ്പെട്ട സഭയെ അലങ്കരിപ്പാനായിട്ട് തൻ്റെ പിതാവിനോടും വിശുദ്ധ റൂഹായോടും കൂടി മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടുള്ളൂ നീയാകുന്നു. നീ അവൾക്ക് മോതിരം കൊടുക്കുകയും മേൽത്തരം ദൃഷ്ടാന്തങ്ങളാലും ഉപമകളാലും കൂടാരത്തിൽ വസ്ത്രങ്ങളാലും അതിനെ അലങ്കരിക്കുകയും ചെയ്തു. വാത്സല്യമുള്ള മക്കളെപ്പോലെ ന്യായപ്രമാണ പള്ളിയറയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതിനായി പാതിവൃത്യമാകുന്ന മൂടുപടം കൊണ്ട് നീ അവളെ മൂടി. ലോകത്തിൽ മഹത്വമുള്ള മുന്തിരിവല്ലെന്ന് നീ അവൾക്ക് പേരിടുകയും ദീർഘദർശന പ്രവചനങ്ങളാവുന്ന ജീവവചനങ്ങൾ കൊണ്ട് അതിൽ കൃഷി ചെയ്ത് അതിനു ചുറ്റും വിശുദ്ധ കൽപ്പനകളാവുന്ന വേലി ഉത്സാഹപൂർവം കിട്ടുകയും ചെയ്തു. ശുദ്ധീകരണത്തിനായി ബലികളാവുന്ന ചക്ക അതിൽ കുഴിച്ചിടുകയും സൽഗുണ സമൃദ്ധിയാൽ ദീർഘശമാരാവുന്ന ശീതമുള്ള മേഘങ്ങൾ അതിനെ നനയ്ക്കുകയും ചെയ്തു. സന്തോഷവർഷങ്ങളാൽ അതിനെ നീ ഐശ്വര്യപ്പെടുത്തുകയും അതിൽ നിന്ന് ഭരണം നീങ്ങി നിൽക്കുവാനും നിന്റെ കരുണ മൂലം മനുഷ്യത്വം ബന്ധിക്കപ്പെടുവാനുമായിട്ട് അതിൻ്റെ കൊമ്പുകളുടെ ചില്ലകൾ നീ സാദൃശ്യത്തിൽ രാജ്യത്വത്തിൻ്റെ ചെങ്കോലുകൾ നിനക്കായിട്ട് വേദനിക്കുകയും ചെയ്തു. നിന്റെ ബഹുമാനത്തിൻ്റെ പ്രാഭവത്തിനായി തീരുകയും തിരഞ്ഞെടുക്കപ്പെട്ട നടുതലയിൽ നിന്ന് കൊമ്പിനെ ഉയർത്തുകയും ചെയ്തു. അഹങ്കാരി തൻ്റെ സാക്ഷികളുടെ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയെ നിരസിക്കുകയും നിന്റെ ദർശനത്താൽ സ്ഥാനാധിപതികളെ കൊള്ളുകയും വ്യത്യസ്ത ആരാധനകളെ സ്നേഹിക്കുകയും ചെയ്തു. പരിശുദ്ധ മണവാളനായുള്ളവേ, അവളുടെ ആത്മീയമായ അനുസരണക്കേളിനെയും നീ കണ്ടിട്ട് കരുണാപൂർവം അവളുടെ അടുക്കിലേക്ക് നീ ഇറങ്ങി വരികയും പൂർവികന്മാർ ഉപമകളിൽ നിന്നെ വരച്ചു കാണിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളായ രഹസ്യങ്ങളെയും നീ പൂർണ്ണവും അപൂർണവുമായ തീർക്കുകയും ചെയ്തു. രക്ഷാകരമായ കുരിശിലെ കഷ്ടാനുഭവത്തിന് മുമ്പ് യെരൂശലേം പട്ടണത്തിലേക്ക് നീ പ്രവേശിച്ചപ്പോൾ വഴിയരികിലുള്ള അത്തിവൃക്ഷത്തിൻ്റെ അടുക്കലേക്ക്, അതായത് അന്യായമായ മുന്തിരിവള്ളിയുടെ കൂട്ടത്തിലേക്ക് നീ എഴുന്നള്ളി ചെന്നു. പരിപോഷണത്തിനായി അതിൽ നിന്ന് എടുക്കപ്പെടുകയും ഫലങ്ങളെപ്പോലെ വെടിപ്പോടെ അതിൽ നിന്ന് സമർപ്പിക്കപ്പെട്ട ഫലങ്ങൾക്ക് നീ ആഗ്രഹമുള്ളവനെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. രണ്ടും ഒരുപോലെ ഫലശൂന്യങ്ങളായി കണ്ടപ്പോൾ ഒന്നിനെ ഉണക്കിക്കളയും മറ്റേതിനെ
പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും തള്ളി പുറത്തു കളയുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് അത്ഭുതകരമായ മനുഷ്യ സ്നേഹത്തോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ, ഉന്നതമായ നിന്റെ ദൈവത്വത്തിനോട് നിരപ്പാകുന്നതായ അനുഗ്രഹ ഫലങ്ങളെ നിനക്ക് സമർപ്പിക്കുന്നതിന് നിന്റെ മണവാട്ടിയാവുന്ന വിശുദ്ധ സഭയെ പരിഭാഗ്യതയുള്ളതും വാഴ്ത്തപ്പെട്ടതും ആക്കി തീർക്കണമേ. അതിൻ്റെ കൊമ്പിനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നീ ഉയർത്തണമേ. അതിൻ്റെ സന്താനങ്ങളുടെ സംഘത്തെ എല്ലാ ശ്രേഷ്ഠദാനങ്ങളാലും നീ പ്രബലപ്പെടുത്തണമേ. അത് നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇന്നും എന്നേക്കും കരയേറ്റുവാനായിട്ട് തന്നെ. ഓശോ വബുക്കൂലസുബാലഉന്മയും ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവേ, യൂതജനം അസൂയയാൽ നിന്നെ നിരസിക്കുകയും തന്നെ കൊല്ലുവാൻ ഒരുങ്ങുകയും തൻ്റെ വിലയേറിയ രക്തത്തെ കൈക്കൂലിയാൽ വാങ്ങുകയും ചെയ്തു. തന്നിമിത്തം ജാതികളുടെ ഇടയിൽ അവർ ചിതറിക്കപ്പെട്ടു. ബാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഇന്നേ ദിവസം ആകാശവും ഭൂമിയും ദുഃഖിച്ചു, സൃഷ്ടികളുടെ മേൽ സംഭ്രമവും വിറയലും ഉണ്ടായി. എന്നാൽ വിധിയേൽക്കുവാൻ മനസ്സായ ന്യായാധിപന്മാരുടെ ന്യായാധിയായവനെ പൊടിമണ്ണായവനിതാ നിന്ന് ന്യായം വിധിക്കുന്നു. ഞങ്ങൾക്കായി നീയേറ്റൊരു പീഡ താഴ്ചകളേറ്റം ധന്യം നാഥ. ശ്രേഷ്ഠവിനസ്കി പായിൽ തൂക്ക കഴിവാർക്കുണ്ട ചിന്തിച്ചിടിൽ ആദാമിൻ്റെ ദാസ്യം നീക്ക സ്നേഹത്താൽ പ്രേരിതനാമീശൻ ദുഷിയേൽപ്പാന മണ്ണിലിറങ്ങി മിസ്രയീമിൽ നിന്നത്ഭുത ശക്തിയ വന്നോരി മുന്തിരിവള്ളിക്ക് ശ്രേയസെല്ലാം പാരം തന്ന മന്നാതന്നാദനുമായോന് കൈപേറും പാനീയം നൽകി. ദുഷ്ടകൂട്ടം അണലിസുതന്മാ കൂട്ടം കൂടെ കൗശലപൂർവം ദോഷം ചിന്തി ചവരുടെ ഹൃദയേ സൗഖ്യപ്രദനെ കുരിശിൽ തൂക്കി ജീവൻ നീക്കി നിഹനിച്ചിട നിൻവേദി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശോ. മുറിയോറാകെ മേലൈനുവാദാറേ ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നിൻഹാശായിൻ കഷ്ടതയാൽ നേടണമവകാശം രാജ്യദേവാ കൃപയോ നേണമൻവാ. ഉന്നതനെ നിൻ കാരുണ്യം നിന്നെ അത്യന്തം താഴ്ത്തി പാതകിയാമാതാമിനായി ക്രൂശ
നേരറ്റോർ സിയോൻ മക്കൾ നിന്മേലയ്യോ കൈവേച്ചു ദേവാ വേണം നാദ കൃപ തോന്നേണമൻപാൽ ആദിപിയന്മാർ തൻ മൊഴികൾ സർവം നീ നിറവേറ്റുകയായി ആശായ്ക്കായി നീ വന്നെത്തി നിന്നിതമായിറ്റു നിൻബലിയാൽ താതൻ ദൈവം ലോകത്തോടു പ്രീതി പേട്ടു ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻപ ഞങ്ങൾക്കായുള്ള വായൊരു നീൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക നിൻഹാശായിൻ കഷ്ടതയാൽ നേടണമവകാശം നാദ കൃപ തോന്നേണമൻപാൽ Gurielaison, Gurielaison, Gurielaison. ഭാഗ്യമോറത്തിനെ മറവിലിരിക്കുന്നതിനും ദൈവത്തെ നിഴലിൽ മാത്തപ്പെടുന്നവനുമേ ബർഗ്മോർ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും എൻ്റെ ശരണവും എൻ്റെ സംഗീതസ്ഥലമെന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാലും വിരോധത്തിന്റെ കണിയിൽ നിന്നും വെറുതെ സംസാരം തന്നെ വേണ്ടുകൊള്ളും. അവൻ അവൻ്റെ തൂവലും കൊണ്ട് രക്ഷിക്കും, അവൻ്റെ ചിറൽക്കിരി നീ മറക്കപ്പെടും, അവൻ്റെ സത്യമേഷിട്ടും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വജ്രത്തിൽ നിന്നും ഉച്ചയിലുകുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് 1000-ങ്ങളും നിന്റെ വലതുഭാഗത്ത് 10,000-ങ്ങളും വീഴും. അവ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്നാ സ്വന്തം വാസസ്ഥലം ഉയരങ്ങളാക്കിയിരിക്കുന്നുവെന്ന് എൻ്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല, ശിക്ഷ നിന്റെ വാസ്ത്രത്തിന് സംഭവിക്കുകയുമില്ല. എന്നാ നിന്റെ സകല വഴിയും നിന്നെ കാക്കുന്നെന്ന് അവൻ നിന്നെക്കുറിച്ച് അവൻ്റെ മാലാകന്മാരോട് കൽപ്പിക്കും. നിന്റെ കാര്യം നിനക്ക് ഇടർച്ച വഹിക്കാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. സർപ്പത്തെ അണലയും നീ ചവിട്ടും, സിംഹത്തിനെ പെരുമാവിനെ നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എൻ്റെ നാമം അറിഞ്ഞുകൊണ്ട് അവനെ വിളിക്കും. ഞാനോട് ഉത്തരം പറയും, നിനക്കത് ഞാനോട് കൂടിയിരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എൻ്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തേക്ക് എൻ്റെ കണങ്ങൾ ഉയർത്തും, എൻ്റെ സഹായക്കാരൻ എവിടുന്ന് വരും? എൻ്റെ സഹായം ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാറുകൾ ശ്രമിക്കില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവുന്നു, കർത്താവിൽ നിന്ന് വലുത് നേരിടും. പകലായുധനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നെ കാത്തുകൊള്ളും, കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആവനത്തെയും ഇന്നുപോലെ നീക്കം കാത്തോളും. ദൈവമേ സുനിയോഗ്യമാകുന്നു. ഹല്ലേലൂയ 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 മിന്നോലം വാദാ മിന്നോലം വൽമീനമേ. ഉയരപ്പെട്ടവന്റെ മറവിലിരിക്കുന്നവനായ എൻ്റെ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന് ചിറാൻ കഴിഞ്ഞ് ഞങ്ങളെ മറച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കേൾക്കുന്നവനെ നിന്റെ അനുഗ്രഹത്താൽ നിന്റെ അടിയാരുടെ വേഷണമേ. മൗത്തമുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകനുമായ യേശു മെസ്സിയ, നിരപ്പ് നിറഞ്ഞ സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും പരിഹരിച്ച് ഞങ്ങളോട് ചെയ്യണമേ. നിന്റെ കരുണ ഞങ്ങളെ മറയ്ക്കണമേ. കൃപ ഞങ്ങളുടെ പക്കൽ നിൽക്കണമേ. സ്ലീബാ ദുഷ്ടൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിന്റെ സമാധാനം ഞങ്ങളിൽ വാഴുമാറാകണമേ. നിന്നോട് വീക്ഷിക്കുന്ന ആത്മാക്കൾക്ക് രക്ഷയുണ്ടാകണമേ. നിന്നെ പ്രസവിച്ച മറിയാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആമേൻ.
ഹസായാൽ കഷ്ടതയേറ്റ സഭ മോദിക്കുമുത്ഥാനെ തൽപ്രജകൾ നിന്നിൽ നിന്നേൽക്കും പുണ്യം രക്ഷകനെ. തൽപ്രജകൾ നിന്നിൽ നിന്നേൽക്കും പുണ്യം രക്ഷകനെ. നാദാത്തെ സ്തുതിയും മാനം താതനും മഹിമ വന്ദനകൾ ശുദ്ധാത്മാവിനും ഉണ്ടാകുൾ കൃപപാപികളാം ഞങ്ങളിലു മേലുള്ളോർശിലേം വാതിൽ ഉള്ളിൽ നിൻ സിംഹ സേനമണയണമീ പ്രാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണഭൂമേ സ്തോത്രം ബാരയുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുസ്രോതലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരുടെ ക്ഷമിച്ച പോലെ ഞങ്ങളടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദൃശ്യങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാ രാജ്യവും ശക്തിയും മാതു എന്നേക്കുള്ള സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സ്വതന്ത്രയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവമുമ്പേ പിതാവും ജനിച്ചനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യദൈവവും ജനിച്ചതും സൃഷ്ടിയില്ലാത്തനും സാരാംശത്തെ പിതാവിനോട് സമത്തോളവനും സകലവും താമുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സാപ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിനെ വലുതുവാതിരുന്നതിനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഒരുവാനിക്കുന്നതിനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ യേശുമിശിഹായ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് സ്തുതിക്കപ്പെടുന്നവനും നിവ്യന്മാരും സ്നേഹന്മാരും മാത്രം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏറുവായാലും കാതോലികവും സ്ലേഹ്യവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ വേർപിനും വരുവാനികലോധനെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോർ സമൻ കാലസ് കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമല്ല ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ കർത്താവേ വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിഹാൻ ദൈവത്തിൻ്റെ കരുണനാമം ഓരോരുത്തരുടെ മേൽ ഇടവകയിന്മേൽ എല്ലാ ഭവനങ്ങളുടെ മേൽ ഭവനക്കാരുടെ മേൽ ദൂരസ്ഥരുടെ മേൽ സമീപസ്ഥരുടെ മേൽ രോഗികളുടെ മേൽ വാങ്ങിപ്പോരുടെ മേൽ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. Thank you for watching this video.
Please like, share and subscribe for my channel, the FOS Media HD.